ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് സദ്യ സ്പെഷ്യൽ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വളരെ കുറച്ച് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഒരു 4-5 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ള പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് നമ്മളിന്ന് പരിപ്പ് പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ 250 ml കപ്പിൽ 3/4 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അതിലൊരു ഗ്ലാസ് മുഴുവനായിട്ട് പരിപ്പെടുക്കാം. ഇത് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ്. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. കഴുകിയതിന് ശേഷം വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരണം. അതുപോലെ പരിപ്പ് കടിച്ച് നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരും വേണം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വറുത്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് വേണം നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 6.5 അച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ പായസത്തിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പരിപ്പ് ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പരിപ്പ് വേവിക്കാനായിട്ട് 1.25 കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.25 ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ വയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് കുക്ക് ചെയ്യേണ്ടത്. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്റ്റീം പോയിട്ട് ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പരിപ്പ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഈ തേങ്ങയുടെ 1ാം പാലിലേക്ക് നമ്മൾ ഏലക്കയും പഞ്ചസാരയും ഒക്കെ പൊടിച്ച് ചേർക്കുകയാണ്. ചെറിയ ഉരുളിയിൽ ഇട്ടിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഒരു 7 ഏലക്കയും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകവും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് തേങ്ങയുടെ 1ാം പാലിലിട്ട് വെച്ചിരിക്കുകയാണ്. ആ ഫ്ലേവർ മൊത്തം തേങ്ങാപ്പാലിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ ചേർക്കുന്ന സമയത്തൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല നൈസായിട്ട് പൊടിച്ചിട്ട് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് അരിക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം സ്റ്റീമെല്ലാം പോയിട്ട് പരിപ്പ് ഓപ്പൺ ചെയ്തു. നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫുള്ളായിട്ട് ഇങ്ങനെ പേസ്റ്റ് പരുവത്തിലായിട്ടുമില്ല. ചെറുതായിട്ട് പരിപ്പൊക്കെ അവിടെ കടിക്കാൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ആ ഒരു പരുവത്തിൽ വേണം പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ പരിപ്പ് വെന്തത് നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം തയ്യാറാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നില്ലേ അത് അരിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് ശർക്കരയിൽ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ആ ശർക്കരയിൽ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് ചേർത്തിട്ടാണ് നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തത്. ഇനി ഒരു 1/4 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ തേങ്ങയുടെ 2ാം പാല് 2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ 2ാം പാല് ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 3 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മൾ ഈ ശർക്കര ചേർക്കുന്ന എല്ലാത്തിലും തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്താലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് അധികം തിളയ്ക്കേണ്ട. ചെറുതായിട്ടൊന്ന് തള വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. അപ്പോൾ പെട്ടെന്ന് കളർ മാറും. പക്ഷേ കാഷ്യൂ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമനാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അളവിൽ 9 ഗ്ലാസ് പായസമാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ 9 ഗ്ലാസ് പായസത്തിനുള്ള അളവാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ഞാൻ സദ്യയുടെ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കല്ലേ.